ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വർഷേനെ ബൈക്കിൽ കയറ്റി ശ്രീകാന്ത് പോവുകയാണ് കേട്ടോ. പറയുന്നുണ്ട് കെയറോട് തനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് നിന്ന് സമയം കളയാതെ എന്ന് പറയുമ്പോൾ വർഷം പറയുന്നുണ്ട് സമയം നിൻ്റെ അടുത്തല്ലേ, അത് സമയം കളയാമല്ലോ എന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴേക്കും വർക്ക്ഷോപ്പിൽ ചേട്ടനോട് പറയുന്നുണ്ട് ചേട്ടാ വൈകിട്ട് വന്ന് എടുത്തോളാവേ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ പക്ഷേ താങ്ക് യു ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് ഫ്രണ്ട്സിനോട് താങ്ക് യു പറയേണ്ട കാര്യമുണ്ടോ എന്ന്. പക്ഷെ പോകുന്ന വഴിക്ക് വർഷയുടെ മമ്മിയും ഡാഡിയും വർഷം ഇങ്ങനെ പോകുന്ന കാണുവാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അവളിത് ആരെയും കെട്ടിപ്പിടിച്ചിരുന്ന് പോകുന്നത്, അവൻ്റെ മേത്തിരുന്നാണ് അവൾ പോകുന്നത് എന്നൊക്കെ പറയുകഴിഞ്ഞാൽ വർഷയുടെ മമ്മി ആ കൂടെ ചൂടാവുകയാണ് കേട്ടോ. വർഷയുടെ ഡാഡി പറയുന്നുണ്ട് നമുക്ക് നോക്കാടോ, വൈകിട്ട് അവൾ വീട്ടിൽ വരട്ടെ, അതുവരെ താനൊന്ന് ക്ഷമിക്കുമെന്ന് പറയുന്നുണ്ട്. മമ്മി പറയുന്നുണ്ട് അതുവരെ ഒന്നും പറ്റത്തില്ല, എന്തായാലും സ്റ്റുഡിയോ വരെ ഒന്ന് പോയി നോക്കാം, എനിക്കൊരു സമാധാനമില്ല, അപ്പോൾ പോവാമെന്ന് പറഞ്ഞ് അവിടുന്ന് നേരെ സ്റ്റുഡിയോയിലേക്ക് പോവാണ് കേട്ടോ. സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ വർഷ ഡബ്ബിങ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഡബ്ബിങ് ചെയ്യുന്നത് ഒരു അച്ഛൻ്റെ അമ്മയുടെ അനുവാദം മേടിച്ച് കല്യാണം കഴിക്കുന്ന ഒരു നായികയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ സംഭാഷണങ്ങളൊക്കെ കേട്ടോണ്ടാണ് അച്ഛനും അമ്മയും വരുന്നത്. അപ്പോൾ അവർക്കും അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആവുകയാണ്. അവരും ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഡബ്ബിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഷോട്ട് എടുക്കാൻ പോകുന്നതിന് മുമ്പ് വർഷകത്തുനിന്ന് പറയുന്നുണ്ട്, ഓ ഇതെന്ത് നായികയാണ് സാർ ഇത്, അച്ഛൻ്റെ അമ്മയുടെ അനുവാദം മേടിച്ചിട്ട് കല്യാണം കഴിക്കാനിരിക്കുന്നു, ഞാനെങ്ങാനും ആണെങ്കിൽ ആരും അനുവാദം മേടിക്കുകയല്ല, എൻ്റെ ഇഷ്ടത്തിനല്ല എൻ്റെ ജീവിതം പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഓ ഇതൊക്കെ പണ്ടത്തെ കൂട്ട് ക്ലീശേ കഥകളായി പോയല്ലോ എന്ന് പറയുമ്പോൾ ഇത് കേട്ട് അച്ഛനും അമ്മയും ഞെട്ടുവാണ് കേട്ടോ. അവർക്ക് ആകെ കൂടി ഒരു വിഷമാവുകയാണ്. ആ സമയത്ത് അകത്തുനിന്ന് അവൾ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റർ പറയും, സൗണ്ട് ഓപ്പറേറ്റർ പറയും വർഷയെ തൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും പക്ഷേ അതെയോ എന്ന് പറഞ്ഞ് ചാടി തുള്ളി അകത്തോട്ട് കയറി വരുവാണ് കേട്ടോ. അപ്പോൾ അവർ പറയും മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതല്ലേ വന്നേ, അപ്പോൾ ഇഡ്ഡലി കൊണ്ടുവന്നാൽ കഴിക്കാൻ വേണ്ടി എന്ന് പറയുവാണ്. അപ്പോഴേക്കും പുള്ളിക്കാർ പറയുകയാണ് സാർ ഞാനൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വർഷം പോയിട്ട് വരുമെന്ന് പറയുവാണ്. എന്നിട്ട് അവർ നേരെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് കഴിക്കാൻ വേണ്ടി ലഞ്ച് റൂമിൽ പോയിരിക്കുവാണ് കേട്ടോ. ലഞ്ച് റൂമിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ വർഷം ചോദിക്കും എന്താ രണ്ടുപേരും വന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും അത് വേറൊന്നുമില്ല മോള് രാവിലെ കഴിക്കാണ്ട് വന്നതല്ലേ, അപ്പോൾ ഫുഡ് കൊണ്ടുവന്നതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും വർഷം പറയും അത് അങ്ങേര് അകത്തിരിക്കുന്ന അങ്ങേര് വിശ്വസിക്കും, ഞാൻ വിശ്വസിക്കുമല്ല, എന്താ ഉള്ള കാര്യം പറ, നിങ്ങൾ ചുമ്മാ ഒന്നും വരുമല്ലോ എന്ന് എനിക്കറിയാമല്ലോ എന്ന് പറയുവാണ്. അപ്പോഴേക്കും അച്ഛൻ പറയാണ് അല്ല മോളിന്ന് രാവിലെ ആരുടെയോ കൂടെ പോകുന്ന കണ്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹിമ വർഷയുടെ അമ്മ ചൂടായിട്ട് പറയും ആരാടി അവൻ, നീ ഏതോ ഒരുത്തോൻ്റെ തോളിൽ കയറി ഒട്ടിപ്പിടിച്ചിരുന്ന് പോകുന്നുണ്ടായിരുന്നല്ലോ, അത്യാവശ്യമായിട്ട് സ്റ്റുഡിയോയിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് രാവിലെ നീ കറങ്ങാനാണോ പോകണേന്ന് ചോദിക്കുവാണ്. കേൾക്കുന്ന വർഷയ്ക്ക് ദേഷ്യം വരുവാണ് കേട്ടോ. വർഷം പറയുകയാണ് ഞാൻ ആരുടെ പോയാലും എന്താ കുഴപ്പം, നിങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നതാണോ, നിങ്ങൾക്ക് വീട്ടിലെത്തുന്നോടം വരെ പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ എന്ന് ചോദിച്ചാൽ തിരിച്ച് വർഷം ചൂടാവുകയാണ് കേട്ടോ. ആ സമയത്ത് വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് മോളെ അങ്ങനെയല്ല, ഈ കാലത്ത് ഇത്രയും വളർന്ന പെൺകുട്ടികളെക്കുറിച്ച് ഓർത്തവർ അച്ഛനമ്മമാർക്ക് ആദ്യം ഉണ്ടാവില്ലേ, അതുകൊണ്ട് മഹിമ പറഞ്ഞു പോയതാ എന്ന് പറയുമ്പോഴത്തേക്ക് വർഷം ഒന്ന് അടങ്ങുവാണ് കേട്ടോ. വർഷം പറയുകയാണ് അതൊന്നുമില്ല ഡാഡി, രാവിലെ എൻ്റെ സ്കൂട്ടർ കേടായിപ്പോയി, അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടാണ് ശ്രീകാന്തിനെ വിളിച്ചിങ്ങ് വന്നതെന്ന് പറയും. അപ്പോഴേക്കും ഡാഡി അത് കേട്ട് കൺവിൻസ് ആവും കേട്ടോ. പക്ഷേ വർഷയുടെ മമ്മി പറയുന്നുണ്ട് ഏത് ഫ്രണ്ട്, ശ്രീകാന്തോ, എവിടെ ഉള്ളവൻ എന്നൊക്കെ ചോദിക്കുവാണ്. അത് കേൾക്കുന്ന വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക, എല്ലാ ഡീറ്റെയിലും ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ബയോഡേറ്റ കൊണ്ടെത്താമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ചന്ദ്രമതിനെയാണ്. ചന്ദ്രമതിയുടെ അടുത്ത് ശ്രുതി പറയുകയാണ് ആൻറ്റി ഇന്ന് രാവിലെ നമുക്ക് യോഗ ചെയ്യണം, ഇന്നലെ ചെയ്ത വർക്കൗട്ടിൻ്റെയൊക്കെ ഒരു സ്ട്രെസ്സ് ബോഡിയിലുണ്ടല്ലോ ആ വേദനയൊക്കെ പോകാൻ വേണ്ടി നല്ലതെന്ന് പറയുകയാണ് കേട്ടോ. യോഗ ചെയ്യുമ്പോൾ മാറ്റേ തന്നെ കയ്യും തല്ലി വീഴുവാണ് നമ്മുടെ ചന്ദ്രമതി. ഇത് കണ്ടുകൊണ്ടാണ് അച്ഛൻ അങ്ങ് വരുന്നത്, രവി അങ്ങ് വരുന്നത് കേട്ടോ. രവീന്ദ്രൻ ഇത് കണ്ടിട്ട് ചോദിക്കുവാണ് ഇന്നെന്താ പരിപാടി, ഇന്നലെ ആട്ടമായിരുന്നു ഇന്നെന്താ കൂത്താണോ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും പറയും അതൊന്നും അല്ല, ഇന്നലെ ഡാൻസ് കളിച്ച ആൾക്കൂടെ ശരീരത്തിന് വേദനയാണല്ലോ, അത് പോകാൻ വേണ്ടി ഞാനും മോളും കൂടെ യോഗ ചെയ്യുമായിരുന്നു എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രവീന്ദ്രനെ കണ്ടിട്ട് ചന്ദ്രമതി പറയും നിങ്ങൾ കാരണമാണ് എൻ്റെ പ്രതിഭ ഇത്രയും കാലം ആരും മനസ്സിലാക്കാതെ പോയത്, അത് ഒളിപ്പിച്ച് വെക്കേണ്ട വന്നേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എന്നാൽ പിന്നെ പോലീസിൽ കൊണ്ട് കേസ് കൊടുക്കുക, ഒളിപ്പിച്ച് വെച്ചൊക്കെ അവർ കണ്ടുപിടിപ്പിച്ച് തരുമല്ലോ എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുവാണ് കേട്ടോ. എന്നിട്ട് പുള്ളിക്കാർ പറയണം നിങ്ങളെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കാതെ നിങ്ങളെന്താണെന്ന് വെച്ചാൽ പണി നോക്കുക, പോകുമ്പോൾ ആ രേവതിയോടും കൂടി ഇങ്ങോട്ടൊന്ന് വരാൻ പറയണമെന്ന് പറയണം കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ പറയണം ഇനിയിപ്പോൾ 4 കാലം നടക്കുന്നതോടെ കാണാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ, അതും കൂടെ ആയി എന്നും പറഞ്ഞ് രവീന്ദ്രൻ അവിടുന്ന് പോവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് ശ്രുതിയോട് മോള് കണ്ടില്ലേ ഇങ്ങറോട് താമസിക്കുന്നതിന് എനിക്കൊരു അവാർഡ് തരണ്ടേ, മോള് പക്ഷേ ആ കാര്യത്തിൽ ഭാഗ്യവതിയാണ്, ശ്രുതി മോളെ കൈ വെച്ചോണ്ടല്ലേ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അച്ഛൻ താഴെ ചെല്ലുമ്പോഴേക്കും രേവതി മിറ്റം അടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പം പറയും മോളെ നിന്നെ ചന്ദ്രൻ അന്വേഷിക്കുന്നുണ്ട്, ഞാൻ യൂണിയൻ ഓഫീസ് വരെ പോവാം, അവിടെ യോഗയോ കൂത്തോ എന്താണ്ടൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയാൻ കേട്ടോ.
ഇന്നലെ ഡാൻസ് കളിച്ചതിൻ്റെ ക്ഷീണവും വേദനയും കൊണ്ടൊക്കെ യോഗ ചെയ്യുന്നതെന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ രേവതി വയ്ക്കും, ഇനി ചൂട് പിടിക്കാനോ ആവി പിടിക്കാനോ വല്ലതാണോ എന്നെ അന്വേഷിക്കുന്നത്? അറിയില്ല, മോളെന്തായാലും ചെന്ന് നോക്കുമെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ വീണ്ടും വിളിക്കുവാണ് കേട്ടോ ചന്ദ്രമതി മോളിൽ നിന്ന് രേവതിന്ന്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഓടിച്ചെല്ല്, വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ആ സമയത്ത് രേവതി ഓടിച്ചെല്ലുന്നുണ്ട് മുകളിൽ. അപ്പം വീണ്ടും യോഗ ചെയ്ത് തലയും കുത്തി കമന്ന് കിടക്കുന്ന രേവതി വരുമ്പോൾ രേവതി തലതിരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നിയിട്ട് പെട്ടെന്ന് കൈ വിടുവാണ് കേട്ടോ. വീണ്ടും നടു തല്ലി അവിടെ വീഴുവാണ്. എന്നിട്ട് പയ്യെ തിരിഞ്ഞിട്ട് പറയും, ഓ എന്തൊരു നടുവേദനയാണോ എന്ന് പറഞ്ഞ് പയ്യെ എഴുന്നേറ്റിരിക്കുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, എന്താ അമ്മയെ വിളിച്ചതെന്ന് ചോദിക്കാൻ പറയും, എനിക്കൊരു കാപ്പി വേണം മോളോ, കാപ്പി വേണം, പെട്ടെന്ന് നീ പോയി എടുത്തുകൊണ്ട് പോകാമെന്ന് പറയും. അപ്പോഴേക്കും ശ്രുതി പറയും, കാപ്പിയൊന്നും കുടിക്കാൻ പറ്റില്ല അമ്മേ, അതൊന്നും പാടില്ല എന്ന് പറയും. ഇന്നൊറ്റൊരു ദിവസം കുടിച്ചോട്ടെ മോളെ പ്ലീസ് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി സമ്മതിക്കുവാണ് കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മയെ മിറ്റം അടിച്ചിട്ട് പോരെ ചോദിക്കുമ്പോൾ അത് പോരാ, ഇപ്പം തന്നെ വേണമെന്ന് പറയുവാണ്. കഴിയുമ്പോൾ രേവതി അങ്ങ് പോവുകയാണ്. അപ്പോൾ ശ്രുതിയോട് ചന്ദ്രമതി പറയുന്നുണ്ട്, അവളൊരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത പണിയാണ്, പിന്നെ അടുത്ത പണി ഞാൻ കൊടുക്കും, അത് അവൾക്കുള്ള ശിക്ഷ എൻ്റെ വകയെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പറയുകയാണ്, അമ്മ ഇനി എക്സസൈസ് ചെയ്യണം, നമുക്ക് മുകളിൽ ടെറസിൽ പോയി ചെയ്യാമെന്ന് പറയുവാണ് കേട്ടോ ശ്രുതി. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇനി അതും കൂടെ ചെയ്യണോ, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അമ്മ വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ മോളിൽ നിന്ന് ശ്രീകാന്ത് ഫോൺ വിളിക്കുവാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്തിനോട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഇവിടെ? അല്ല ഞാൻ വെയിൽ കൊള്ളാൻ വേണ്ടി വന്നിരുന്നതെന്ന് പറയുമ്പോൾ, നിൻ്റെ വെയിൽ കൊള്ളിച്ച് എനിക്ക് മനസ്സിലായി, കയറി പോകാൻ നോക്കുമെന്ന് പറയുവാണ്. എന്നിട്ട് അവർ രണ്ടുപേരും മാറ്റിയിട്ട് അവിടെ നിന്ന് എക്സസൈസ് ചെയ്യുവാണ് കേട്ടോ. ശ്വാസോച്ഛ്വാസം ചെയ്യുവാണ്. അപ്പം മൂക്കിങ്ങനെ ഒരു കൈ കൊണ്ട് അടച്ചു പിടിക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ശ്വാസം മുട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രേവതി കാപ്പിയും കൊണ്ട് വരുന്നത്. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ഇതൊന്നും കുടിച്ചോട്ടെ ഞാൻ ചോദിച്ച് മേടിച്ച് കുടിക്കുവാണ് കേട്ടോ. അപ്പോൾ കുടിക്കുന്ന പാടെ വായി വെച്ചത് പാടെ ചന്ദ്ര കാപ്പി തുപ്പിക്കളയുവാണ്. എന്താണെന്നറിയാണ്ട് അത് നോക്കി ശ്രുതിയും രേവതിയും ഇങ്ങനെ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.